പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കള്. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകള് കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവര്, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകള്, പൈസ കൈ തികയാത്തവര്, പൂർണ്ണമായിട്ടും ഇല്ലാത്തവര്, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ.
ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യന്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിന്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു മുറിയിൽ പ്രശ്നം ഉണ്ടാവും, ഒരു മുറിയിൽ യേശു ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ
വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക, അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ലാതെ നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി, അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരും വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരണത്. ഇനി രസമെന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവന് രാത്രിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പത് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തെയ്യാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും അവൻ്റെ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98-94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും, കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഞാനെന്തിനാണ് ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം
അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥനയും ആ മകളും പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസവും പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു. 5 മണിയായപ്പോൾ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ഒന്നും ട്രൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. തിരിച്ചും ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ആ ലേബർ റൂമിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു. ഏകദേശം പിന്നെയും ഡോക്ടർ ഒരു 9 മണിയായപ്പോൾ തിരിച്ചു വന്നു. ഡോക്ടർ പോകാണ്, അതിനു മുന്നേ കുട്ടിയെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഭയങ്കര വ്യത്യാസമാണല്ലോ കാണുന്നത്, 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഡെലിവറി നടക്കും, ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം മാതാവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ ലേബർ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ തലയിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ വെച്ച് കുട്ടിക്ക് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 10:30 മണിയായപ്പോൾ ഡെലിവറി നടന്നു. നല്ലൊരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ തേൻ ആ കുട്ടിയുടെ വായിൽ ഇട്ടുകൊടുത്തു. നല്ലൊരു പൊന്നോമന മകളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ 60 വർഷമായിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു സ്റ്റേ കമ്പി KCB നിലവിൽ പണ്ടേ തുടങ്ങി ആ സ്ഥലത്ത് കറണ്ട് വന്നിരുന്നപ്പോൾ ഇട്ടിരുന്ന സ്റ്റേ കമ്പിയാണ്. ആ 2 സ്റ്റേ കമ്പി മാറ്റുന്നതിന് വേണ്ടി ഞാൻ KCBയിൽ അപേക്ഷ കൊടുത്തു. ആ സ്റ്റേ കമ്പി അവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ബിൽഡിങ് പണിയണമെങ്കിൽ ആ സ്റ്റേ കമ്പി അവിടെ നിന്ന് മാറ്റണം, എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. അതിനുവേണ്ടിയാണ് അപേക്ഷ കൊടുത്തത്. അപേക്ഷ കൊടുത്തപ്പോൾ എൻജിനീയർ പറഞ്ഞു അതവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല, പല സ്ഥലത്തേക്കുള്ള ലൈൻ ഇതിൽ നിന്നാണ് പോയേക്കണത്. അങ്ങനെ പറഞ്ഞു. അഥവാ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാറ്റണമെങ്കിൽ 1 ലക്ഷത്തിൽ അധികം രൂപ ചിലവാകുമെന്ന്. ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ആദ്യമായി വെച്ച നിയോഗം അതായിരുന്നു, അധികം പണം ചെലവില്ലാതെ മാതാവേ ആ സ്റ്റേ കമ്പി മാറ്റിത്തരണമെന്ന്. ഏകദേശം 30,000 രൂപയോടടുത്ത് ഞങ്ങൾക്ക് നിയോഗം വെച്ചതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്റ്റേ കമ്പി മാറ്റാനുള്ള ഓർഡർ KCB തന്നു. അതിനും മാതാവിനെ ഈശോയ്ക്ക് ആ കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ മരുമകൻ്റെ സഹോദരിക്ക് വേണ്ടി കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം ഒരു 10-17 കല്യാണാലോചനകൾ
വന്നിരുന്നു. എല്ലാം പെൺകുട്ടിയുടെ അവരുടെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിരുന്നു. ഞാൻ അതും നിയോഗത്തിൽ വെച്ചിരുന്നു. നിയോഗം വെച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അമ്മ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചാണ് ഈ കല്യാണാലോചന പറഞ്ഞത്. അപ്പോൾ ഈ കല്യാണാലോചന നേരത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നെങ്കിൽ അവരതിന് റെസ്പോൺസ് ചെയ്തിരുന്നില്ല. അതിനെ തുടർന്ന് എല്ലാം പെട്ടെന്നായിരുന്നു. ആ വിവാഹം നടക്കുകയും നല്ലൊരു ദൈവവിശ്വാസവും നല്ല വിശ്വാസവുമുള്ള ഒരു ഒരു കുട്ടിയെയും വീട്ടുകാരെയും ഞങ്ങൾക്ക് ആ മകൾക്ക് കിട്ടുവാനായിട്ട് സാധിച്ചു. അവർ സുഖമായി ഇപ്പോൾ ജീവിക്കുന്നു. അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്, ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു അനുഗ്രഹമാണ്. ഒരു അക്രൈസ്തവ സഹോദരന്, അദ്ദേഹത്തിന് ഒരു ഷുഗർ പേഷ്യൻ്റാണ്, എങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേരിയ കിതപ്പ് കണ്ടപ്പോൾ ECG എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് വെറുതെ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്നുള്ളതിൽ വന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഈ ഭയങ്കര കൂടുതലാണല്ലോ ഈ സഹോദരന്, കിഡ്നി, ലിവർ, ഹാർട്ട് എല്ലാം ഡാമേജാണ്, നമുക്ക് ICUവിൽ ഇപ്പം തന്നെ കിടത്തണമെന്ന് പറഞ്ഞു. അവന് ICUവിൽ കയറ്റി. അവിടെ വെച്ച് അവന് വലിയൊരു അറ്റാക്ക് വന്നു. കാരണം ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ അവന് ഭയങ്കര പേടി സംഭവിക്കും. ഒരു ലിഫ്റ്റിൽ ഒറ്റയ്ക്കാണെങ്കിലും അവന് പേടിയാണ്. ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് ഒരു വലിയ അറ്റാക്ക് വരികയും അദ്ദേഹം ശനിയാഴ്ചയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. 2 മണിക്കൂറിനുള്ളിൽ വെന്റിലേറ്ററിലാകുകയും ചെയ്തു. ഇതറിഞ്ഞ ആർക്കും തന്നെ ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഇവിടെ നിന്ന് എല്ലാവരുടെ അടുത്തൊന്നും വർത്തമാനം പറഞ്ഞ് ചിരിച്ചുപോയ വ്യക്തിയാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണുവാൻ അവൻ്റെ സുഹൃത്തുക്കളും ഫാമിലിയും എല്ലാവരും ഹോസ്പിറ്റലിൽ നിറഞ്ഞു. കാരണം അവൻ മരിച്ചു എന്നുള്ള വിശ്വാസമല്ല, മരിച്ചു എന്നതിനാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. വെന്റിലേറ്ററിൽ ഏകദേശം 20% ബ്രീത്തിങ് നടന്നുകൊണ്ടിരിക്കാൻ മാത്രമാണ് ആ വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി കുറവായതുകൊണ്ട് അടുത്തുള്ള ലിസി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച ആയപ്പോഴേക്കും പിന്നെയും അദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളായി. 17% ബ്രീത്തിങ്. ഞാൻ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് അവർ അക്രൈസ്തവരായതുകൊണ്ട് ഞാൻ തൈലം കൊണ്ട് ആ മകൻ്റെ അടുത്ത് ചെല്ലണമെന്ന് വളരെ ആഗ്രഹിച്ചുവെങ്കിലും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഒന്നാമത് കൊറോണ, നമ്മളകത്തോട്ട് കയറ്റി വിടുകയില്ല. പിന്നെ അവർ ഹിന്ദുക്കളാണ്, അവരുടെ വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ നെറ്റിയിലും നെഞ്ചത്തും ആ സഹോദരൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഡാർവിൻ എന്നാണ് ആ സഹോദരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും കൃപാസനത്തിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച രാവിലെ ആയപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്, എന്നോട് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ, ചേച്ചിയുടെ ആരാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആരുമല്ല, അദ്ദേഹം ഒരു നല്ല വ്യക്തി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 5 മണിയായപ്പോൾ നല്ലൊരു വാർത്തയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഡാർവിൻ കണ്ണു തുറന്നു, ചായ കുടിച്ചു, എല്ലാവരെയും തിരിച്ചറിഞ്ഞു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം വേഗം റിക്കവർ ചെയ്ത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹത്തെ കാണുവാൻ ഞാൻ പോയിരുന്നു. ഞാൻ ചോദിച്ചു, ഡാർവിൻ 2-3 ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ICUവിൽ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഞാൻ കണ്ണ് അടച്ച് കിടന്നപ്പോൾ ഒരു പള്ളിയും കണ്ടു, 2 സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു, തവിട്ട് കളറിൽ ലോഹയിട്ട ഒരു അച്ഛൻ കസേരയിൽ ഇരിക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. നമ്മുടെ കൃപാസനം മാതാവ് തന്നെയാണ് ആ സഹോദരന് സൗഖ്യം നൽകിയതെന്ന് ഞാൻ പൂർണ്ണമായി എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ സഹോദരൻ ആദ്യം 2 ആഴ്ചയിലത്തെ ചെക്കപ്പായിരുന്നു. ഇപ്പോൾ 6 മാസത്തിലെ ഒരിക്കൽ ചെക്കപ്പിന് പോകും. ചെറിയ ഗുളികകൾ മാത്രമേ ഉള്ളൂ. കിഡ്നി, ഹാർട്ട് ഇതെല്ലാം ഡാമേജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഓപ്പറേഷൻ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ യാതൊരു പ്രോബ്ലം ഇല്ലാതെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ആഷ്ന സ്റ്റിജോ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കോവിഡ് പോസിറ്റീവ് ആവുകയും ഭയങ്കര സീരിയസ് ആയ സിറ്റുവേഷനിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ കിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് 3 മാസം പ്രായ ഒരു കുഞ്ഞുള്ളൂ.
അപ്പോൾ ആ ടൈമിൽ എനിക്ക് ബോധം പോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മ മരിയൻ മെഡൽ ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ. മരിയൻ മെഡൽ എൻ്റെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ അസുഖം പൂർണ്ണമായി പെട്ടെന്ന് തന്നെ മാറ്റിത്തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ബോധം പോവുകയാണോ ഉറങ്ങുകയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണീക്കുകയും എൻ്റെ ബോഡി ഫുള്ള് വിയർക്കുകയും ചെയ്തു. പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ തോന്നി. വോമിറ്റിങ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും മാറി. പിന്നീട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭയങ്കരമായിട്ട് കൈവേദന വന്നു. അപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടെന്നീസ് എൽബോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സഹിക്കാനാവാത്ത വേദനയായിരുന്നു ആൾക്ക്. ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇന്ന ഡേറ്റിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വേദന മാറ്റിത്തരിക, അസുഖം പൂർണ്ണമായി മാറ്റിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് നേർന്നു. പിന്നീട് ഞാൻ വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ആ പറഞ്ഞ ഡേറ്റിന് ശേഷം ആൾക്ക് ഇന്ന് വരെ വേദന ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും